ഹലോ മക്കളെ, എല്ലാവർക്കും പ്രിസം ജൂനിയർ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സൗണ്ട് വേവ്സ് നിന്നിട്ട് നമ്മൾ ലോഞ്ചിറ്റ്യൂണൽ വേവ്സും അതുപോലെ ട്രാൻസ്വേഴ്സ് വേവിനെ കുറിച്ച് പഠിച്ചു, അല്ലെങ്കിൽ അനുപ്രസ്ഥ തരംഗങ്ങളെ കുറിച്ചും അനുദൈർഘ്യ തരംഗങ്ങളെ കുറിച്ചും നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാരക്ടേഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. വേവ്സിന്റെ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ വേവ്സിന് എന്തുണ്ടാവും? കുറേ സവിശേഷതകൾ ഉണ്ടാവും. സോ ഇങ്ങനെയുള്ള സവിശേഷതകളെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് പഠിക്കാൻ പോകുന്നത്. മക്കളെ, ഞാൻ ഇവിടെ ഒരു വേവ് എടുത്തിട്ടുണ്ട്. ഈ ഒരു വേവിനെ ഞാൻ കൺസിഡർ ചെയ്യുന്നത് ടൈമിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും അനുസരിച്ചാണ്. ടൈമിനനുസരിച്ചിട്ട് എങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് ചേഞ്ച് ചെയ്യും. ഓക്കെ, സോ വേവ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം? ഓസിലേഷൻ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓസിലേഷൻസ് ആണ് എന്ത് വേവ്. അപ്പൊ നമുക്ക് ഇവിടെ കുറെ ഓസിലേഷൻസ് കാണാൻ പറ്റും. ഇതൊരു ഓസിലേഷൻ ആണ്. സോ ഇതൊരു ഓസിലേഷൻ ആണ്. പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ ഓസിലേഷൻസ് വന്നുകൊണ്ടേയിരിക്കും. റെഡി? സോ അങ്ങനെയുള്ള ഒരു വേവിനെ നമ്മൾ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ക്യാരക്ടേഴ്സ് കിട്ടും. എന്തൊക്കെയാണ് ക്യാരക്ടേഴ്സ്? നമ്മുടെ ഓസിലേഷനുള്ള അതേ ക്യാരക്ടേഴ്സ് തന്നെയാണ്. നമുക്ക് പറയാൻ പറ്റും, ഇവിടെ നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് സീറോ ആവുന്ന ഒരു പൊസിഷൻ, അല്ലെങ്കിൽ ഈ ഒ എന്ന് പറയുന്ന പൊസിഷൻ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? സീറോ ആണ്. അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ ആ പൊസിഷൻ എന്ത് പറയും? സന്തുലിതാവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ഈക്വിലിബ്രിയം പൊസിഷൻ, അല്ലെങ്കിൽ നമ്മൾ സന്തുലിതാവസ്ഥ എന്ന് പറയും. സോ ഈ പൊസിഷനിൽ സീറോ ആയിരിക്കും. ഇവിടെ നിന്നിട്ട് ഏതെങ്കിലും ഒരു വശത്തേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ്, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ പറയുന്ന പേരെന്തായിരുന്നു? നമുക്കറിയാവുന്നതാണ്. അത് നമ്മൾ പറയുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്സ്. ഓക്കെ, പിന്നെ രണ്ടാമത് നമുക്കുള്ളത് എന്താണ്? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ടൈം. ഒരു ഓസിലേഷൻ, ഇതാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പോകുന്നു, ഒരു ഓസിലേഷൻ എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ് ചെയ്യുന്നു. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നിൽക്കുന്ന ടൈമിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ടൈം പീരീഡ് എന്ന്. റെഡി? അങ്ങനെ നമുക്ക് ടൈം പീരീഡ് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഉണ്ടായിരുന്ന മൂന്നാം സവിശേഷം എന്തായിരുന്നു? ഫ്രീക്വൻസി ആയിരുന്നു. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു സെക്കൻഡിൽ എത്ര വേവ്സ് ഫോമിൽ, അല്ലെങ്കിൽ ഓസിലേഷൻസ് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. സോ ഫ്രീക്വൻസിയെ നമുക്ക് നോക്കാവുന്നതാണ്. ഇവിടെ എന്തുണ്ട്? ഞാൻ ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പോയിന്റിലൂടെ ഒരു സെക്കൻഡിൽ കടന്നു പോകുന്ന നമ്പർ ഓഫ് സൈക്കിൾസ് എന്ന് പറയും. സോ സൈക്കിൾസ് എന്താണെന്നുള്ളൊരു പോയിന്റ്, നമുക്ക് എന്ത് ചെയ്യേണ്ടത്? നോക്കേണ്ടതുണ്ട്. നമുക്ക് ആദ്യം തന്നെ നോക്കാം, വൺ സൈക്കിൾ എന്താണ്? ഒരു സൈക്കിൾ എന്നുള്ളത്. ഓക്കെ, വൺ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, സിമ്പിൾ അല്ല, വൺ കംപ്ലീറ്റ് ഓസിലേഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ വേവ് മോഷൻ. സോ നമ്മൾ ഇവിടുത്തെ വേവ് മോഷനിൽ ഒരു പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഇവിടെ ഒരു പാർട്ടിക്കിൾ, ആ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ പോയി ഈ വേവ് മോഷൻ ഉണ്ടായിട്ട് എന്ത് ചെയ്യും? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയിരുന്നു. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, നമ്മൾ എന്ത് പറയും? ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് പറയും. ഓക്കെ, വൃത്തിയായിട്ട് മനസ്സിലായില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു, ഒരു തരംഗം ചലനത്തിന്റെ കണികയുടെ ഒരു പൂർണ്ണ ദോലനം കംപ്ലീറ്റ് ആയാൽ എന്ത് ചെയ്യാം? നമുക്കതിനെ പറയാൻ പറ്റും, അതൊരു സൈക്കിൾ ആണെന്ന് പറയാൻ പറ്റും. ഒരു തരംഗത്തെ, വേവിൽ പോകുന്ന ഒരു തരംഗം, സോ നമ്മളിവിടെ വേവ് മോഷൻ കണ്ടു, അവിടെ ഒരു തരംഗം ഇങ്ങനെ എന്ത് ചെയ്യാണ്? മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂവ് ചെയ്യുന്നത് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് സൈക്കിളായി. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ആംപ്ലിറ്റ്യൂഡ് പറയാവുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്? നമ്മൾ ആംപ്ലിറ്റ്യൂഡ് പറഞ്ഞാൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ്. എന്താണ്? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്ത്? നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ഫ്രം ഏത് പൊസിഷൻ നിന്നായിരുന്നു? ഇക്വിലിബ്രിയം പൊസിഷൻ നിന്നാണ് നമ്മൾ എന്തുണ്ടാവുക? ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവുക. ഓക്കെ, സോ അത് കിട്ടിയിരുന്നു. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഓക്കെ, മീഡിയത്തിൽ പാർട്ടിക്കിൾ എടുക്കുന്ന സമയമാണ്. എന്തിനു വേണ്ടിയിട്ട്? കംപ്ലീറ്റ് വൺ വൈബ്രേഷൻ. ഓക്കെ, ഒരു ദോലനം കംപ്ലീറ്റ് എടുക്കുന്ന സമയം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഞാനൊന്നും വെറുതെ ചെയ്തില്ല. നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, കുഴപ്പമില്ല. ഫ്രീക്വൻസി ചെയ്യുന്ന സമയത്താണ് എന്ത് പറയേണ്ടത്? ദി സൈക്കിൾസ് എന്ന് പറയുന്ന ഒരു ടേം. എന്താ സൈക്കിൾസ് എന്ന് പറഞ്ഞാൽ? ഒരു ഓസിലേഷൻ, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഓസിലേഷൻ, അത്രേ ഉള്ളൂ. ഒരു പോയിന്റിലൂടെ ഉണ്ടാവുന്ന നമ്പർ ഓഫ് സൈക്കിൾസ് ഉണ്ട്. അപ്പോൾ ഒരു പോയിന്റിലൂടെ പോകുന്ന നമ്പർ ഓഫ് ഓസിലേഷൻസ് ഉണ്ട്. ഓക്കെ, റെഡിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് വേവ് ലെങ്ത് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കുറിച്ചാണ്. സോ വേവ് ലെങ്ത് എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്താണ്? ഞാൻ ഒരു വേവ്, അല്ലെങ്കിൽ ഒരു വേവ് പോകുന്ന സമയത്ത് ഒരു പോയിന്റിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആകാണ്. ഇങ്ങനെ ഒരു വേവ് പോകുന്ന സമയത്ത്
ഈ വേവ് എന്ത് ചെയ്തു? ഈ വേവ് പോയിട്ട് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു. റെഡി അല്ലേ? ഇങ്ങനെ ആവുന്ന സമയത്ത് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തില്ലേ? ഈ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നേരം നമുക്ക് എത്രത്തോളം ലെങ്ത് ഈ വേവ് മൂവ് ചെയ്തിട്ടുണ്ട് അതിനെയാണ് നമ്മൾ എന്ത് പറയാ? വേവ് ലെങ്ത് എന്ന് പറയാം. ഓക്കെ, അതിനാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയാം. സോ ഇനി വേവ് ലെങ്ത് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? ഈ ഒരു ലെറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. എന്താണ് ഈ ലെറ്ററിന്റെ പേര്? ലാംഡ. എന്താണ്? ലാംഡ എന്ന് പറയും. ഓക്കെ, സോ വേവ് ലെങ്ത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ ആണ്. നമ്മുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ ആണ്. ഓക്കെ, ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ഒരു വേവ്. ഇവിടുത്തെ വേവിന്റെ ഒരു പ്രത്യേകത എന്താണ്? നേരത്തെ നമ്മൾ വേവ് സംബന്ധിച്ച് ടൈമും ഡിസ്പ്ലേസ്മെന്റും ആയിരുന്നു എടുത്തത്. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ആണ്. ഓക്കെ, വേവിന് എന്തുണ്ടാവുന്നുണ്ട്? ഡിസ്പ്ലേസ്മെന്റ്സ് ഉണ്ടാവുന്നുണ്ട് ഇക്വിലിബ്രിയം പൊസിഷന് അല്ലെങ്കിൽ മീൻ പൊസിഷനെ സംബന്ധിച്ച്. പക്ഷേ അതൊരു ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. ആ പാർട്ടിക്കിൾസ് ആ വേവിൽ എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു സമയത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇതിന്റെ ഡിസ്റ്റൻസ് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ കണ്ടു ലാംഡ എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന, ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ലെങ്തിനാണ് നമ്മൾ എന്ത് പറയാ? നമ്മുടെ വേവ് ലെങ്ത് എന്ന് പറയാം. ഓക്കെ, വേവ് ലെങ്ത് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റും? തരംഗ ദൈർഘ്യം എന്ന് പറയാൻ പറ്റും. ഓക്കെ, തരംഗ ദൈർഘ്യം. ഓൾറൈറ്റ്, സോ നമ്മൾ നോക്കാം. രണ്ടാമത് ഞാനിപ്പം ഒരു രീതിയിൽ എന്ത് ചെയ്തു? എൻ്റെ വേവ് ലെങ്തിനെ റെപ്രസെന്റ് ചെയ്തു. എനിക്ക് മറ്റൊരു രീതി പറയാൻ പറ്റും. ഞാൻ നോക്കുന്ന സമയത്ത് ഈ ഒരു പൊസിഷൻ ഞാൻ കൺസിഡർ ചെയ്യുകയാണെന്ന് നോക്കാം. ഈ ഒരു പാർട്ടിക്കിൾ ഈ ഒരു പൊസിഷൻ ഞാൻ കൺസിഡർ ചെയ്താൽ, ഈ ഒരു പൊസിഷൻ ഞാൻ കൺസിഡർ ചെയ്താൽ ഇതേ പൊസിഷൻ റിപ്പീറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ പൊസിഷൻ എവിടെയുള്ളത്? ഞാൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇതാ ഈ ഒരു സ്ഥലത്ത്. കാരണം ഇതിന്റെ മുകളിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. മുകളിലോട്ട് പോയി താഴോട്ട് പോയി പിന്നെ താഴോട്ട് പോയി പിന്നെ വീണ്ടും മുകളിലോട്ട് വന്ന് ഈ ഒരു സെയിം രീതിയിൽ അതേ ഫേസ് എന്ന് പറയും നമ്മൾ. എന്താണ്? സെയിം ഫേസിലാണ്. സോ ആ സെയിം ഫേസിലുള്ള പാർട്ടിക്കിൾസ്, ഓക്കെ, ആ സെയിം ഫേസിലുള്ള പാർട്ടിക്കിൾസ് തമ്മിലുള്ള ലെങ്ത്തും എന്തായിരിക്കും? അതും ആക്ച്വലി സെയിം ഫേസിലുള്ള പാർട്ടിക്കിൾസിന്റെ ലെങ്ത്തും നമുക്ക് പറയാൻ പറ്റും അത് വേവ് ലെങ്ത് ആയിരിക്കും. ഓക്കെ, സെയിം ഫേസിലുള്ള പാർട്ടിക്കിളിന്റെ ലെങ്ത്തും വേവ് ലെങ്ത് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ആളാണ് ഇതൊരു എന്ത് വേവ് ആണ്? ഇതൊരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണോ ട്രാൻസ്വേഴ്സ് വേവ് ആണോ? ഇത് നമുക്ക് പറയാൻ പറ്റുന്നത് ട്രാൻസ്വേഴ്സ് വേവ് ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റുക. സോ ട്രാൻസ്വേഴ്സ് വേവിനെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ളത് എന്താണ്? മുകളിലുള്ള ശൃംഗങ്ങളും അതല്ലെങ്കിൽ നമ്മൾ പറയും ക്രസ്റ്റ് എന്ന് പറയും. ശൃംഗങ്ങളും അല്ലെങ്കിൽ ക്രസ്റ്റ് എന്ന് പറയും. പിന്നെ നമുക്കുള്ളത് എന്താണ്? ഗർത്തങ്ങളാണ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ട്രഫ് എന്ന് പറയും. ഓക്കെ, സോ ഈ ട്രഫും അതുപോലെ തന്നെ ക്രസ്റ്റുകളും ഉണ്ട് നമുക്ക്. ഈ അടുത്തടുത്ത രണ്ട് ക്രസ്റ്റുകൾ തമ്മിൽ, ഓക്കെ, ഞാൻ എന്ത് ചെയ്യാണ്? ഈ എ എന്ന് പറയുന്നൊരു എന്തുണ്ട്? ക്രസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. അതേപോലെ ഇ എന്ന് പറയുന്ന ഒരു ക്രസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. ഈ രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ള ലെങ്ത് നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും? നമുക്കൊരു വേവ് ലെങ്ത് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും അടുത്തടുത്ത രണ്ട് ട്രഫുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേവ് ലെങ്ത് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ നമ്മൾ ആരൊക്കെ വേവ് ലെങ്ത് ആയിട്ട് കൺസിഡർ ചെയ്തു? നമുക്ക് നോക്കാം നമ്മൾ ആരൊക്കെ വേവ് ലെങ്ത് കൺസിഡർ ചെയ്തു എന്ന്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് പാർട്ടിക്കിൾ വിച്ച് ആർ ഇൻ ദ സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരേ അവസ്ഥയിലുള്ള അടുത്തടുത്തുള്ള രണ്ട് പാർട്ടിക്കിൾസിന്റെ ഡിഫറൻസിനാണ് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് താള്, ഓക്കെ, സമാന കമ്പനാവസ്ഥയിലുള്ള തൊട്ടടുത്ത രണ്ട് കണികൾ തമ്മിലുള്ള അകലമാണ് തരംഗ ദൈർഘ്യം. സുഖല്ലേ? ഓക്കെ, രണ്ടാമത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ വേവ് ഡ്യൂറിംഗ് ടൈം ടേക്കൺ ബൈ ഈച്ച് പാർട്ടിക്കിൾ ഇൻ ഇറ്റ്സ് മീഡിയം കംപ്ലീറ്റ് വൺ വൈബ്രേഷൻ. ഓക്കെ, നമ്മൾ ഈ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു. ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ള സമയത്തിൽ എത്രത്തോളം ഡിസ്റ്റൻസ് മൂവ് ചെയ്തോ അതിനെ നമ്മൾ എന്ത് പറയും? വേവ് ലെങ്ത് അല്ലെങ്കിൽ തരംഗ ദൈർഘ്യം. ഇതാണ് ഇത് മാധ്യമത്തിലെ ഓരോ കണികകളും ഒരു കമ്പനം പൂർത്തിയാൻ എടുക്കുന്ന സമയം കൊണ്ട് തരംഗ ദൈർഘ്യം സഞ്ചരിക്കുന്ന ദൂരത്തിന് തുല്യമാണ്. ഓക്കെ, റെഡി അല്ലേ? നമ്മൾ പറഞ്ഞിട്ടില്ലേ? ഓക്കെ, സോ മൂന്നാമത്തെ പോയിന്റ്, ഇതൊരു ട്രാൻസ്വേഴ്സ് വേവിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് ക്രസ്റ്റ് ഓർ ടു കോൺസിക്യൂട്ടീവ് ട്രഫുകളോ ക്രസ്റ്റുകളോ അല്ലെങ്കിൽ ശൃംഗങ്ങളോ ഗർത്തങ്ങളോ തമ്മിലുള്ള അകലത്തെയും നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് പറയാം അതും വേവ് ലെങ്ത് ആണെന്ന്. ഓക്കെ, സിമ്പിൾ അല്ലേ? അപ്പൊ വേവ് ലെങ്ത് എന്താണുള്ളത് കൃത്യമായിട്ട് നമ്മൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒരു പോയിന്റ് കൂടെ പഠിക്കേണ്ടതുണ്ട്. എന്താണ് ആ പോയിന്റ്?
ഇപ്പം നമ്മൾ നോക്കിയിട്ടുള്ളത് ട്രാൻസ്വേഴ്സ് വേവിനെ കുറിച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവ് മൂലപ്പം തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു വേവ് ഉണ്ട് ലോഞ്ചിറ്റ്യൂണൽ വേവ്സിൽ. സോ ലോഞ്ചിറ്റ്യൂണൽ വേവ്സിലെ കേസിൽ എന്ത് വരും? ലോഞ്ചിറ്റ്യൂണൽ വേവ്സിന്റെ കേസിൽ നമുക്ക് എന്താണ് വരിക നോക്കണ്ടേ, കൃത്യമായിട്ട് നോക്കണ്ടേ. അപ്പോൾ ലോഞ്ചിറ്റ്യൂണൽ വേവ്സിനെ ഞാൻ നോക്കുന്ന സമയത്ത് നമുക്ക് അറിയാവുന്നതാണ് ലോഞ്ചിറ്റ്യൂണൽ വേവ്സിൽ 2 ടൈപ്പ് ഓഫ് ആൾക്കാരാണുള്ളത്. ആരൊക്കെയാണുള്ളത്? ഉച്ചമർദ്ദ മേഖലകളും അതുപോലെ തന്നെ നീചമർദ്ദ മേഖലകളും. സോ ഈ ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും നമുക്കുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഉച്ചമർദ്ദ മേഖലകളെയും നീചമർദ്ദ മേഖലകളെയും ഇടയ്ക്കുള്ള ഡിഫറൻസിന് കണ്ടാൽ മതി. ഓക്കെ, എങ്ങനെ നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ക്രസ്റ്റും തമ്മിലുള്ളത്, അതുപോലെ ട്രഫും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലോഞ്ചിറ്റ്യൂണൽ വേവ്സിന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വേവ് ലെങ്ത്തിനെ മെഷർ ചെയ്യും. എവിടെ നിന്നാണ് നമ്മൾ വേവ് ലെങ്ത്തിന് വരിക? ഒരു ക്രസ്റ്റ് എടുക്കുക, അതേപോലെ നെക്സ്റ്റ് ക്രസ്റ്റ് എവിടെയാണ് വരുന്നത്? ഇവരുടെ 2 പേരുടെയും ഇടയിലുള്ള ഡിഫറൻസ് നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാൻ പറ്റും? വേവ് ലെങ്ത് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? സോ നമുക്ക് മറ്റൊരു രീതിയിൽ കൺസിഡർ ചെയ്തൂടെ? ഇയാൾ ആരാണ്? ഇയാള് റെയർ ഫ്രാക്ഷൻ ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നീചമർദ്ദ മേഖല. അടുത്തടുത്തുള്ള 2 നീചമർദ്ദ മേഖലകൾ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? തരംഗദൈർഘ്യം അല്ലെങ്കിൽ വേവ് ലെങ്ത് എന്ന് പറയാൻ പറ്റും. അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് കംപ്രഷൻസ് ഓർ 2 കോൺസിക്യൂട്ടീവ് റയർഫാക്ഷൻ ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ലോഞ്ചിറ്റ്യൂണൽ വേവ്സ്. അപ്പം ലോഞ്ചിറ്റ്യൂണൽ വേവ്സിൻ്റെത് റയർഫാക്ഷൻ്റെയോ അല്ലെങ്കിൽ കംപ്രഷൻ്റെയോ ഇടയിൽ അടുത്തടുത്തുള്ള കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള റയർഫാക്ഷൻ അല്ലെങ്കിൽ കംപ്രഷൻസ് ഇടയിലുള്ള ലെങ്ത്തുകളെയാണ് നമ്മൾ എന്ത് പറയുക? വേവ് ലെങ്ത് അല്ലെങ്കിൽ തരംഗദൈർഘ്യങ്ങൾ പറയാം. സോ ഇതിൽ നോക്കുന്നതാണെങ്കിൽ ഉച്ചമർദ്ദ മേഖലകളും തൊട്ടടുത്ത 2 ഉച്ചമർദ്ദ മേഖലകളാണ്, അതേപോലെ നീചമർദ്ദ മേഖലയും തമ്മിലുള്ള ദൂരം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ? സെറ്റ് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? നെക്സ്റ്റ് പാർട്ടിൽ കുറച്ച് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ കുറച്ച് കൺസെപ്റ്റൂടെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടേഴ്സിനെ കുറിച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. സോ നെക്സ്റ്റ് പാർട്ടിലെ മക്കളെ ഉറപ്പായിട്ടും കാണാം. സോ അതുവരേക്കും ബൈ.